നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. യുഎസും USSRും ലോകത്തെ രണ്ട് പ്രധാന ശക്തികളായി മാറുന്ന കാഴ്ചയാണ്. എന്നാൽ USSRനെ തകർത്തുകൊണ്ട് മിഖായൽ ഗോർബച്ചേവ് അടക്കമുള്ളവർ നടത്തിയ ഒരു തേർവാഴ്ചയുണ്ട്, ചതിയുടെ കഥ. എന്നാൽ വീണ്ടും റഷ്യയെ പഴയ USSRന്റെ പോരാട്ട വീര്യം ഓർമ്മിപ്പിക്കുന്ന, അനുസ്മരിപ്പിക്കുന്ന രീതിയിലേക്ക് കെട്ടിപ്പൊക്കാൻ വ്ളാഡിമിർ പുടിൻ നടത്തുന്ന ശ്രമങ്ങൾ വിഫലമാക്കാൻ കഴിയുന്നില്ല. അത് ഏറെക്കുറെയൊക്കെ അതിൻ്റെ ശ്രമങ്ങളെ ആ രീതിയിൽ തന്നെ കാണാൻ ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ നിർബന്ധിതമാകേണ്ടി വരുന്ന സാഹചര്യം. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എയിം ചെയ്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ. നോക്കൂ, അന്താരാഷ്ട്ര ഫുട്ബോൾ, വേൾഡ് കപ്പ് ഫുട്ബോളിൽ റഷ്യയെ ബാൻ ചെയ്തിരിക്കുന്നു. റഷ്യയെ ഒരു രീതിയിലുള്ള അന്തർദേശീയ കളികളിലും, അതായത് ഗെയിംസിലും പങ്കെടുക്കാൻ അനുവദിക്കാതെ റഷ്യയെ ഒറ്റപ്പെടുത്തുകയാണ്. റഷ്യയെ എല്ലാ രീതിയിലും പരിപൂർണമായി പിന്തുണയ്ക്കുന്ന ബെലാറസിനെയും ഒക്കെ ഒരു കാരണവശാലും ഒരു രീതിയിലും അന്താരാഷ്ട്ര കളിക്കളത്തിൽ അവർ കാലുകുത്താൻ അനുവദിക്കില്ല, അവരെ ഒരു രീതിയിലും പങ്കെടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും റഷ്യ ഒരു കൂസലുമില്ലാതെ നിന്റെയൊക്കെ പണി നോക്കിക്കോ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിക്കും എന്ന രീതിയിൽ തന്നെയാണ് വ്ളാഡിമിർ പുടിൻ്റെ നിലപാട്. അതാണ് റഷ്യയുടെ മനക്കരുത്ത് എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും പറയട്ടെ, ഞങ്ങൾ എടുക്കുന്ന സ്റ്റേൺ ഡിസിഷൻ, നിലപാടിൽ വെള്ളം ചേർക്കാൻ ഉദ്ദേശമില്ല. ഉക്രൈനെ തല്ലി പൊളിക്കുമെന്ന് പറഞ്ഞാൽ പൊളിച്ചിരിക്കും. വ്ളോഡിമിർ സെലൻസ്കി എന്ന കോമാളിയെ ഇനി അവസരം കിട്ടുകയാണെങ്കിൽ ഇനിയും തുരത്താൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് റഷ്യൻ ഭരണകൂടം പറയുമ്പോൾ ഉക്രൈൻ കാണിക്കുന്ന നെറികേട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉക്രൈനെ വെച്ചുകൊണ്ട് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി എങ്ങനെയൊക്കെയാണ് അമ്പെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഉക്രൈൻ ഒരു ശിഖണ്ഡിയുടെ രൂപത്തിലാണ്. ഉക്രൈൻ്റെ പിന്നിൽ നിൽക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ സ്വാർത്ഥ ലാഭങ്ങൾ, അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഉക്രൈനിലുള്ള ന്യൂക്ലിയർ പ്ലാന്റുകൾ റഷ്യക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ റഷ്യക്കെതിരെ എന്തുമാകാം. ഇറാന് ആണവ ആയുധങ്ങൾ നിർമ്മിച്ചുകൂടാ, ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൂടാ, വികസിപ്പിച്ചുകൂടാ. അപ്പൊ പിന്നെ റഷ്യയും ഇറാനും ഒക്കെ ജോയിൻ്റായി തന്നെ നിൽക്കേണ്ടതല്ലേ? അതല്ലേ ലോക മര്യാദ? അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ ഇവിടെ ചെയ്യുന്നത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നോക്കൂ, റഷ്യ ഇനി ഒരുപാട് പണി കൊടുക്കാൻ ബാക്കി വച്ചിരിക്കുകയാണ്. കണക്കുകളെല്ലാം അവധിക്ക് വെച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് പണി പാലും വെള്ളത്തിൽ കൊടുക്കാൻ റഷ്യ ഓങ്ങി വെച്ചിരിക്കുകയാണ്. ആ ദിവസം വരും. ട്രംപ് മാത്രമല്ല, വൈറ്റ് ഹൗസ് ആകെ പരിഭ്രാന്തിയിലാകുന്ന ദിവസത്തിനായി മോസ്കോ കട്ട വെയിറ്റിംഗ് ആണ്.